അപ്പോൾ ഞാനെല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളത്. നമ്മൾ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ട് നിങ്ങൾക്കൊക്കെ പോയിട്ട് വരാൻ പോവാണ്. അപ്പം ഞാനെല്ലാം പെട്ടി എല്ലാ സാധനങ്ങളും മടക്കി വെച്ചെല്ലാം സെറ്റാക്കിയിട്ട് പോകാൻ റെഡി ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഗേസ് ഗേസ് അപ്പം ഞാൻ ഗോവയിലേക്ക് പോകുന്നതാണ്. ഇപ്പം സമയം 11 മണി. ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് SMVT റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അപ്പം നമുക്ക് ഇനി സ്റ്റേഷനിലെത്തിയിരിക്കണം. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. സർ M വിശ്വേശ്വരയ്യ ടെർമിനൽ. ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങാം. നാളെ പോകുന്ന കോലാണ് ഗൈസ് ഇത്. റെയിൽവേ സ്റ്റേഷനിലെത്തി. ഗൈസ് ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ന്യൂസ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പണ്ട് ഒരു മറ്റേ നീല ഡസ്റ്റ്ബിന്നിൻ്റെ അകത്ത് ഒരാളെ പൊട്ടിക്കൊന്നിട്ട് കൊണ്ടാച്ചത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ആടെയാണ് ഇയാളുള്ളത് ഗൈസ്. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് ഒരാളെ കൊന്നിട്ട് കൊണ്ടാച്ചത്. ഇരിക്കുന്നില്ല ലിജിയ. ഇവിടെ മറ്റേ വെട്ടിക്കൊന്നിട്ട് കൊണ്ടാച്ച വരുമ്പോ അത്ര കാണുമെന്നില്ല. ബാംഗ്ലൂരേക്കല്ല, നാട്ടിലേക്ക് കണ്ണൂരേക്ക് നീ കാലുകൂത്തണ്ടാ മതി. എന്താ ഇവിടുത്തെ സ്ഥലം പേര്? ദൂദ്സാഗർ. ചേട്ടാ ഇത് തന്നെ ഫുള്ള് ആളാണല്ലോ. ഞാൻ ഇവിടെ കല്ലുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നു. ചാരു ഇങ്ങോട്ട് നോക്കിയാ. അപ്പൊ ഞാൻ ഇവിടെ ഗോവയിലെത്തി. വരുന്ന വഴിക്ക് ഈടുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പൊ ഗോവ ബീച്ചിലേക്ക് പോകുന്നതാണ് മോളിലേക്ക്. അപ്പൊ നമുക്ക് നോക്കാം. അതിവിടെ വന്ന് റൂമെല്ലാം ഒന്ന് കിട്ടാൻ കുറേ ലേറ്റ് ആയതുകൊണ്ട് ആ ക്ഷീണം കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനും കഴിഞ്ഞില്ല. 20 ഉറുപ്പിക്ക് ടാറ്റു അടിച്ചിരുന്നു. മറ്റിവിടെ ഫുള്ള് ആൾക്കാരാണ്. ടെമ്പററി ആയിട്ടില്ല എന്തോ സ്റ്റിക്കർ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് ടാറ്റു ഇതൊക്കെ കേൾക്കാനുള്ളൂ. അപ്പൊ രാത്രിക്കത്തെ ബീച്ച് വൈബ് എന്താന്ന് നോക്കിയിട്ട് വരാൻ പറ്റും. ഇവിടെയാണെങ്കിൽ റൂമിനും എല്ലാം ഭയങ്കര പൈസയാണ്. പാർക്കിങ്ങിന് തന്നെ 4 മണിക്കൂർ വണ്ടി പാർക്കിങ്ങിന് 300 ഉറുപ്പിക. അപ്പം ഈ സീസണായിട്ട് വന്നുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഭയങ്കര റേറ്റാണ് എല്ലാത്തിനും. എന്തെല്ലാം ഇവിടുത്തെ അവസ്ഥ നമുക്ക് കണ്ടറിയാം. എന്നാലും ബീച്ചിലേക്കൊന്ന് പോയിട്ട് വരാം. വാങ്ങ നാളെ അല്ലേ ബീച്ച് കളിക്കുക. ഇപ്പൊ പോയിട്ട് വേഗം വരും. ഇപ്പൊ ഇരുടല്ലേ കുഞ്ഞാ. ബീച്ച് അടിപൊളിയാന്ന്. ലൈറ്റെല്ലാം ആയിട്ട്
നമുക്ക് ഇറങ്ങാം. ഫുള്ള് ലൈറ്റ് സെറ്റപ്പ് ആണ് എന്തായാലും. ഓ മൈ ഗോഡ്, ഓ സെറ്റ്. അടിപൊളിയുണ്ട്. ബീച്ച് ക്ലോസ്ഡ് ആണ് നൈറ്റ്. കണ്ട രാത്രിക്ക് ആര് വെള്ളത്തിൽ ഇറങ്ങുന്നേ? ബീച്ച് അടിപൊളിയുണ്ട്. അപ്പൊ ഫുള്ള് ലൈറ്റ് സെറ്റപ്പിലാണ്. ഈ ഫോണിൽ എത്രത്തോളം കിട്ടുന്ന അറിയില്ല, അതായത് ഞാൻ കാണിച്ചു തരാം. നാളെ നല്ല ഇരുടായിപ്പോയി ഇവിടെ ബീച്ചിലെത്തിയത്. ബീച്ച് അങ്ങോട്ടേക്കെല്ലാം ക്ലോസിലാണ്. നാളെ പകല് വന്നിട്ടാണ് കാണാൻ. ഇവിടെ ഇപ്പൊ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമുക്ക് പോവാം. നടക്കാൻ കഴിയൂല, ചാരു പോയി വാരി എറിയല്ല. ചെരുപ്പിട്ടിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഭയങ്കര മ്യൂസിക്കും കാര്യങ്ങളെല്ലാം ആയതിനെ കൊണ്ട് പിന്നെ എനിക്കതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ്. പിന്നെ ആ മ്യൂസിക്, ആ സൗണ്ട് ഞാൻ അങ്ങ് മ്യൂട്ടാക്കി വെച്ചതാണ്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം നൈറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഉണ്ടായിരുന്നു. ബീച്ചിൽ നേരെ ബീച്ചിലേക്ക് ചെന്നത്. ഗോവയിൽ ചെന്നിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര, ഒന്നാമത് സീസൺ ടൈമിൽ പോയതുകൊണ്ടായിരിക്കാം. പക്ഷെ സീസൺ ടൈമിൽ അല്ലാണ്ട് പോയാൽ ഈ ഒരു വൈബ് അവിടെ കിട്ടുമെന്നും അറിയില്ല. എന്തായാലും നൈറ്റ് വൈബ് അടിപൊളിയുണ്ട്. പക്ഷേ ഈ ബീച്ച് സൈഡിൽ നിന്നൊന്നും ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി പറ്റൂല എന്നല്ല, പക്ഷെ നോർമൽ ഉള്ളൊരു ഫുഡും കാര്യങ്ങളൊന്നും അവിടെ ഇങ്ങനെ കിട്ടുന്നുമില്ല. ഒന്നാമത് സീ ഫുഡ് സാധനങ്ങളെല്ലാം ഉള്ളതും, പിന്നെ അതാണെങ്കിൽ തന്നെ ഭയങ്കര പൈസയും, പിന്നെ കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ നല്ല വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. കുറേ ഡ്രിങ്ക്സ് ഉണ്ട്, പിന്നെ കുറേ സീ ഫുഡും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാം നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ട് നടന്ന് ഫുള്ള് ലൈറ്റ് സെറ്റപ്പുമായിട്ട് അടിപൊളിയാണ് കാണാൻ. പിന്നെ മ്യൂസിക്കും നല്ല പാർട്ടിയും എല്ലാം ഒരു സൈഡിൽ അങ്ങനെ പോകുന്നുണ്ടേനും. അപ്പം ബീച്ച് ഫുള്ളും കറങ്ങി ഇങ്ങനെ കുറേ നേരം നടന്ന്, പിന്നെ രാത്രിക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ കഴിയൂല. ഒരു 6 മണിക്ക് ശേഷം ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി പറ്റൂല. നമ്മൾ പോയി ആ ഒരു സൈഡിൽ സമ്മതിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റീസ് വന്ന് അലേർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ബീച്ച് സൈഡിൽ നിന്ന് ഒരു 6 മണിക്ക് ശേഷം കളിക്കാൻ പറ്റൂല. അപ്പോൾ ഇതാണ് നമ്മൾ ഗോവയിൽ പോയിട്ടുള്ള ബീച്ചിലെ നൈറ്റ് വ്യൂ. ഇതേനും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഗോവ എന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി ഇവിടുന്ന് പോയിട്ട് അവിടെ എത്തിയപ്പോൾ ആ ഒരു സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിനും കൂടുതൽ ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിരിക്കും. ഫാമിലി ആയിട്ടും കുട്ടികളെല്ലാം ആയിട്ട് പോകുമ്പോൾ നമുക്ക് അത്രത്തോളം എൻജോയ്മെൻ്റ് ആക്കി എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഫാമിലി നല്ല അടിപൊളിയായിട്ട് പോയ ആ ഒരു ട്രിപ്പിനെ എത്രത്തോളം ഇതാക്കാൻ വേണ്ടിയിട്ട് കഴിയും അത്രത്തോളം അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ബീച്ച് ആ സൈഡെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കാണാത്ത കുറേ സാധനങ്ങൾ കാണാൻ പറ്റി. പിന്നെ പിള്ളേരെല്ലാണെങ്കിലും ഇങ്ങനെ കുറേ നേരം മണ്ണിൽ കളിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ മണ്ണിൽ നിങ്ങൾ കളിച്ചോ എന്ന് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തൊരു സമയമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസമാണ് ഈ ഒരു ബീച്ച് സൈഡിലെ വീഡിയോ എടുക്കുന്നത്. 3 ദിവസം ഗോവയിൽ നിന്നിട്ടുണ്ടെങ്കിലും പിന്നെ 3 ദിവസവും നൈറ്റ് ബീച്ചിലേക്ക് തന്നെയാണ് വന്നത്. പകൽ പിന്നെയെന്ന് വെച്ചാൽ കുട്ടികളുള്ളതിനെ കൊണ്ട് നമ്മൾ അധികം പുറത്തേക്ക് ഗെയിംസിലൊന്നും അങ്ങനെ പോവാണ്ട് വേറെ കുറേ കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുൾ ഫസ്റ്റ് ആ ഒരു ദിവസത്തെ വീഡിയോ ആണ്. ഞാനെന്ന് വെച്ചാൽ വേറെ കുറേ ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൽ കൂടി നടന്ന് കളിക്കുന്നതാണ്. ഫുള്ള് ലൈറ്റും സോങ്ങും ഡാൻസ് ഫുഡ് ഡ്രിങ്ക്സ് ഇതെല്ലാം തന്നെയാണ് രാത്രിക്ക് ഗോവയിലുള്ള ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും അടിപൊളിയാണ് ഗൈസ്.
അപ്പോൾ ഇന്ന് ഈ ഒരു രാത്രി മൊത്തം നമ്മളവിടെ എത്തിയതും രാത്രിക്കാണ്. എത്തിക്കഴിഞ്ഞിട്ട് റൂമെല്ലാം ഒന്ന് ശരിയാവാനും സമയമെടുത്തു. ജസ്റ്റ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വരെ അവിടെ ഒരു 300 രൂപ, ജസ്റ്റ് 4 മണിക്കൂർ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി 300 രൂപയാണ് പറയുന്നത്. അപ്പം അത്രത്തോളം ഒരു ഈ റേഞ്ച് കാര്യങ്ങളാണ് അവിടെ എല്ലാത്തിനും ഉള്ളത്. അപ്പോൾ നമ്മൾ റൂം എടുക്കാനും റൂം എടുത്തിട്ട് എല്ലാം ഒന്ന് സെറ്റിൽഡ് ആവാൻ വേണ്ടി കുറേ ടൈം എടുത്തുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു നൈറ്റ് ബീച്ച് പോകാനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് ജയിലാണ്. ജയിൽ അതെന്താ അങ്ങനെ കൂക്കിട്ട് വെക്കുന്നേ? ഇതിന്റെ ഉള്ളില് വീട് ആണോ? ജയിൽ നിങ്ങൾ എന്നോട് ജയിലിൽ നിന്ന് പറഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് പറഞ്ഞു. അപ്പോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഗസ് ഇവിടെ ഇതാ ഫുള്ള് കടൽ. കടലിന് ഇപ്പുറത്താണ് ഇവിടെ ഉള്ളത്. അവിടുന്ന് കുറേ ഫോട്ടോ എല്ലാം എടുത്തു. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എല്ലാം എടുത്തെടുത്തിട്ട് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി നമ്മള് വേറെ സ്ഥലത്തേക്ക് പോക്കായി. എനിക്കൊന്ന് ഇതിൻ്റെ അടിയിലുണ്ടോന്ന്. ഇതിൻ്റെ അടിയിൽ താമസിക്കുന്ന ഒരു വീട് പോലെയാണ് പോലും. അപ്പോൾ കാണാൻ കഴിയുമെന്ന് അറിയില്ല, നമുക്ക് നോക്കിയിട്ട് തരാം. അപ്പം നമ്മൾ ഇവിടെ എല്ലാം കണ്ടിട്ട് പോക്കാണേ. ఆయనకు వచ్చిండు ఫీల్ కానీ మీరు നമ്മൾ അടുത്തൊരു സ്ഥലത്ത് കാണാൻ വേണ്ടി വന്ന് ഇവിടെ ഒരു ചർച്ച് കാണുന്നുണ്ട്. റൈസ് മാംഗോ സ്പോട്ട് 1493 ഉണ്ടാക്കിയൊരു പള്ളിയാണ്. പള്ളി കാണാൻ പോകുന്നതാണ്. ഇതാന്ന് തോന്നുന്നു പള്ളി മേലെയാണോ? മേലെ എവിടെയാന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കയറി അതിലേക്ക് കയറി പോകണമെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ശരി വിളിക്കുന്നുണ്ട്. അതിൽ പോവാ. നമുക്ക് പോയിട്ട് വരാം. ഇത് കൊറേ നടക്കാണ്ടില്ലേ? കുന്നിന്റെ മുകളിൽ പള്ളിയാ? ഇത് കോട്ട തന്നെയാ? ഞാനില്ല. ഈ ഗോവയില് കോട്ട മാത്രമേ ഉള്ളൂ എന്ന് തോന്നി. കോട്ട കോട്ട കാണുമ്പോ വൈകുന്നേരം പോയിട്ട് വെള്ളത്തിൽ കിടക്ക, പകല് വെയിലടിക്കാൻ യാത്രക്ക് പോയിട്ട്. നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിലേ പോയിട്ട് ആടെ നിക്ക, ഇവിടെ നിക്കണം കേട്ടാ. അപ്പൊ ഞാൻ അവിടുന്ന് ഫോട്ടോ എടുത്തേ. ഞാൻ അവിടെ കുത്തിരിക്കട്ടെ. ഞാൻ അവിടെ കുത്തിരിക്ക. അമ്മേ ഇതിപ്പോ കേറുന്നു. അതിന്റെ തുഞ്ചത്ത് നിക്കണം കേട്ടാ. കരിക്കിന് 70 റുപ്യ. നിങ്ങൾ പറഞ്ഞ കൊറേ തെങ്ങുള്ളോണ്ട് പൈസ ഉണ്ടാവൂലെന്ന്. ഡ്രെയിനേജ് സിസ്റ്റം വീട് ഞങ്ങള് പൊങ്ങണ്ടേ? എന്ത് വന്നത് ഗോവയില്, കയ്യില് മൊത്തം
കിട്ടൂല. അതെങ്ങനെ കിട്ടാൻ? അത് പൊടിച്ചു നോക്കി. അമ്പാ. അപ്പോൾ പകൽ കുറേ കോട്ടയും പള്ളിയും എല്ലാം കണ്ടിട്ട് രാത്രി പിന്നെയും തിരിച്ച് ബീച്ചിലേക്ക് തന്നെ വന്ന് ഇന്നത്തെ ഒരു ദിവസം പിള്ളേർക്ക് ബീച്ചിൽ കളിക്കാൻ വേണ്ടി വിടാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് വന്നിനും. പക്ഷെ നമ്മളെത്തിയപ്പോൾ പിന്നെയും സമയം ലേറ്റായി. പിന്നെയെല്ലാം കൂടി ഞാൻ ഡ്രസ്സെല്ലാം മാറി പിന്നെയും വന്ന് ആദ്യം കുറേ പാട്ടെല്ലാം കേട്ട് ആടുന്നതിനും തുള്ളുമെല്ലാം ചെയ്ത് അങ്ങനെ കുറേ നേരം കളിച്ചു.